കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരിനെ കാണാതെ റിസോർട്ടിനകത്തേക്ക് കയറി വരികയാണ് ബാലനും ഗോമതി. എടാ നീ എത്ര സമയടാ റൂം അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നീ എന്താ താഴേക്ക് ഇറങ്ങി വരാത്തേന്ന് ചോദിക്കുക. ഈ സമയം ഗോമതി പറഞ്ഞു, ഞാൻ നിന്നൊന്നും അടുത്ത് തണുത്ത് പറിച്ച് ഞാനിപ്പോ ചത്തു പോകുന്നു പറയണം. അതച്ഛാ ഞാൻ അതെ റൂം ചോദിക്കാൻ തുടങ്ങുമായിരുന്നു, ഇനിയിപ്പൊ നീ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാന്ന് പറയണം. ബാലനും കൂടി എന്നിട്ട് റിസപ്ഷനുള്ള അയാളോട് ചോദിച്ചു, അല്ല ഇവിടെ റൂമുണ്ടോന്ന് ചോദിക്കാണ്. ആ റൂമുണ്ടെന്ന് പറയണം. ആ ശരി ശരി, ആ എത്ര രൂപ ഒരു റൂമിനെന്ന് ചോദിക്കാം. 2500 രൂപ. അത് ഒരു ദിവസം 2500 രൂപ. ഒരു ദിവസം 2500 രൂപയോ? എന്റെ ദൈവമേ, പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 3 ദിവസം. ഒന്ന് ഓർത്ത് കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര രൂപയാവും എന്നുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗോമതി പറഞ്ഞു, അതെ ബാലേട്ടാ എനിക്ക് അപ്പടി തണുക്കുന്നുണ്ട്, ഞാൻ ഇവിടെ കിടന്ന് തണുത്ത് കുറച്ച് ചത്തുപോകും, എത്രയും പെട്ടെന്ന് റൂം എടുക്കാൻ പറയണം. ഗോമതി നീ എന്ത് വർത്താനാ പറയണേ? ദേ ഒരു റൂമിന് 2500 രൂപയാ. 3 ദിവസം ആകുമ്പോൾ എത്ര രൂപയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അവസാനം ഗോമതി എന്താ ബാലേട്ടാ മനസ്സിലായി പറഞ്ഞു, ഇത് തന്നെ മതി, ഞാനേ ഇത് ഈ റിസോർട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇനി നാണക്കേടാന്ന് പറയാം. എല്ലാരും കൂടെ നിർബന്ധിക്കുക. ആര്യം പറഞ്ഞു, അച്ഛാ ഇത് മതി. ഈ സമയം ബാലൻ പറഞ്ഞു, എടാ ഒരു ദിവസം 2500 രൂപ എന്ന് ഓർത്ത് നോക്കിയേ. കടയിലാണെങ്കിൽ എത്രയാ കരിയെടുക്കാന്ന്. പിന്നെ അരിച്ചാക്കിനകത്ത് കേടുക്കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലേ ഇവിടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ ചോദിച്ചു, നീ എന്താടാ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ഛാന്ന് പറയാം. ശരി ശരി, എന്തേലും ആയിക്കോട്ടെ, ഒരു റൂം തരാൻ പറയാണ്. അല്ല നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 6 പേരുണ്ട്. അത് പറ്റില്ല സാർ, 6 പേർക്ക് താമസിക്കാനായിട്ട് ഒരു റൂം തികയില്ല, 3 റൂമെങ്കിലും എടുക്കണമെന്ന് പറയാം. 3 റൂം എടുക്കാനാ? ആഹാ അത് കൊള്ളാം. 6 പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമൊന്നും ഇവിടെ ഇല്ലേ? അതെ, ഡോർമെട്രി ഒന്നും ഇവിടെ ഇല്ല സാറെന്ന് പറയണം. അതൊന്നും ഇവിടെ അവൈലബിൾ അല്ലെന്ന് പറയാം. ബാലൻ പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കി എന്റെ ഭഗവാനെ, 3 ദിവസം 3 റൂം ഒന്ന് ഓർത്ത് നോക്കിയേ. 3 റൂമെങ്കിലും എടുത്തു കഴിയുമ്പത്തേനും എത്ര രൂപ, എത്രയാവും? 1ഉം 2ഉം അല്ല, 10,22,500 എത്ര രൂപ എങ്ങാണ്ടാവും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതെ ഗോമതി ബാ, നമുക്ക് വേറെ എവിടെയും പോയി അന്വേഷിക്കാന്ന് പറയണം. ഗോമതി പറഞ്ഞേ, അതൊന്നും പറ്റത്തില്ല, ഇവിടെ തന്നെ മതി, എനിക്ക് പറ്റില്ല ഇനി നടക്കാനെന്ന് പറയണം. നിന്നോട് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാം. ഈ സമയം ബാലന്റെ ഫോൺ ബെല്ലടിച്ച് ബാലൻ അതുമായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാ. പെട്ടെന്ന് ഗോമതിനെ ആര്യം വിളിച്ചു, അമ്മ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയാന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചോണ്ട് പോവാണ്. ഈ സമയം അക്ഷമരായിട്ട് ആകാശും മീനാക്ഷിയും അനുസരിയൊക്കെ നിൽക്കുകയാണ്. അമ്മ അച്ഛനോട് പറ, ഈ റൂം തന്നെ, ഈ ഇവിടെ തന്നെ റൂം എടുത്താൽ മതിയെന്ന്. എടാ മോനെ, അതെങ്ങനെ ഞാൻ പറയണേ? അച്ഛനൊരു തീരുമാനം എടുത്തല്ലേ. അല്ലെങ്കിൽ നീ ഒന്ന് ഓർത്തു വയ്ക്കേ, ഒരു ദിവസം 2500 ഒരു റൂമിന്, 3 ദിവസം രൂപ എത്രയായിന്ന്. എന്റെ പൊന്നമ്മേ, അമ്മ ഇങ്ങനെ പിശുക്കത്തരം കാണിക്കല്ലേ. എടാ പിശുക്കത്തരം കാണിച്ചല്ല, അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ മോനെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് വയ്യ. രാവിലെ തൊട്ട് ഇവിടെ വന്ന ശേഷം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പാ ഈ റൂം. അച്ഛൻ എപ്പോഴും ഒരു റഹീമിക്ക, ആ റഹീമിക്കയുടെ കാര്യം മാത്രം പറയാനുള്ളൂ. റഹീമിക്കയുടെ ഹോട്ടൽ തപ്പി നടന്നാണ് നീ പരുവായത്. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് മിണ്ടണ്ടെന്ന് പറഞ്ഞാലേ എനിക്കിനി നടക്കാണെന്ന് വയ്യ, ഞാൻ ഇനി വരത്തില്ല എന്ന് പറയണം. അങ്ങനെ പറയല്ലടാ മോനെ. എടാ അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ ഒരേ പൈസ ഇങ്ങനെ ശേഖരിച്ച് വെച്ച് അത് ഒറ്റയടിക്ക് കൊണ്ട് കളയാന്ന് പറഞ്ഞാൽ അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്കത്തരം കാണിക്കില്ലെന്ന് പറ. ഇതൊന്നും കേട്ടിട്ട് ഗോമതിക്ക് മനസ്സലിവുണ്ടായില്ല. പെട്ടെന്ന് ആര്യനെ മനസ്സിലായി, ഇനി ഇതൊന്നും ഏക്കുവല്ല. അമ്മേനെ സോപ്പിടാൻ ഏറ്റവും നല്ല മാർഗം അമ്മേനെ ഒന്ന് പുകഴ്ത്തുക തന്നെയാ. അമ്മ പറഞ്ഞ അച്ഛൻ അനുസരിക്കും എന്ന് പറയണം. ഞാൻ പറഞ്ഞാലോ? അതെ, എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്നെ അച്ഛൻ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് വരാൻ അമ്മയല്ലേ വന്നേ. അന്ന് അമ്മ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ ഇല്ലേ, അത് കേട്ടപ്പോ അച്ഛൻ അതിനകത്ത് വീണ് പോയില്ലേ. അപ്പൊ അതുപോലെ തന്നെ 2 ഡയലോഗ് നമ്മ അടിച്ചാ മതി, അതോടുകൂടി അച്ഛൻ ഫ്ലാറ്റ് ആവുമെന്ന് പറയാം. എടാ മോനെ, അത് നടപ്പാവുന്ന കാര്യമല്ല. എന്താ അമ്മ ഇങ്ങനെ തുടങ്ങുന്നേ? അമ്മ ഒന്ന് പറയുന്ന അനുസരിക്ക്. അത് മാത്രമല്ല, നമ്മൾ മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ മീനാക്ഷി ചേച്ചിയൊക്കെ ഉണ്ട്, അത് എന്ത് വിചാരിക്കും? അച്ഛൻ്റെ ഈ പിശുക്കത്തര ഇപ്പൊ തന്നെ കേട്ടില്ല. അച്ഛൻ എന്തൊക്കെ വർത്താനാ പറഞ്ഞേ? നാണക്കേടല്ലേ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ വില പേശി നിൽക്കാന്ന് പറഞ്ഞാല്. എന്തിനമ്മേ, അങ്ങനെയാണ് ഈ ടൂർ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അമ്മ പറഞ്ഞ അച്ഛൻ അനുസരിക്കും. അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടം അച്ഛന് ആണോ? അതല്ലാതെ പിന്നെ അമ്മയല്ലാതെ വേറെ ആര് പറഞ്ഞാലും അച്ഛനൊന്നും അനുസരിക്കില്ല എന്ന് പറയണം. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോമതി ഇങ്ങോട്ട് പോവാണ്. ഈ സമയം ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് ബാലൻ വന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് പോവാം, വേറെ എവിടെയെങ്കിലും പോയി റൂം അന്വേഷിക്കാന്ന് പറയുക. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ബാലേട്ടൻ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ? ഇങ്ങോട്ട് വന്ന് എനിക്ക് ഇച്ചിരി സംസാരിക്കാണ്ട്. ദേ ഗോമതി, അല്ലേ തന്നെ ഇപ്പം അടുത്ത ആകെ പാടിൽ പരുവായിട്ടിരിക്കുക. നീ പിന്നീട് നിനക്ക് എന്തെങ്കിലും പറയാണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറയാം. അത് പറ്റില്ല, ഇപ്പൊ സംസാരിക്കാനുള്ള കാര്യം എന്ന് പറയാ. അങ്ങനെ ബാലനെയും ഗോമതിയും വിളിച്ചോണ്ട് പോയി. ബാലേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ ബാലേട്ടൻ അനുസരിക്കുവോ? എന്താ? എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്നല്ലേ ബാലേട്ടൻ? എല്ലാ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരും, പക്ഷെ നീ കാര്യം എന്താന്ന് പറയാതെ ഞാൻ എങ്ങനെ ആഗ്രഹം നടത്തി തരുന്നേ? അല്ല അത് പിന്നെ ബാലേട്ട, ഞാൻ പറഞ്ഞു ബാലേട്ടൻ എന്നെ എതിർക്കുമെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു ഗോമതി, നീ കാര്യം എന്താന്ന് പറയാൻ. അതെ,
നമുക്ക് ഇവിടെ തന്നെ റൂം എടുത്താൽ മതി എന്ന് പറയാം. ഇവിടെ തന്നെ റൂം എടുക്കാനാ? എന്റെ ഗോമതി, നീ എന്താ പറയണേ? രൂപ എത്രയാ? നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. അതൊക്കെ എനിക്കറിയാം ബാലേട്ടാ. നമ്മൾ മാത്രമല്ലോ, അവരെല്ലാരും ഉണ്ടല്ലോ. മോശക്കേടല്ല ബാലേട്ട കാണിക്കുന്നേ. ഗോമതി, നമ്മൾ ഈ ഓരോ ദിവസവും ഇങ്ങനെ സ്വരുക്കൂട്ടി പൈസ വെച്ചിട്ട് ഒറ്റ ദിവസം അതെല്ലാം കൂടെ തീർത്ത് കളയാനാണോ? അതല്ല ബാലേട്ട, വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നുള്ളൂ. അതെ, ബാലേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഏതാഗ്രഹം സാധിച്ചു തരുമെന്ന്. ഈ ആഗ്രഹം സാധിച്ചാ ബാലേട്ട, ദേ ഈരായിട്ട് നിനക്ക് ഇത്ര ആഗ്രഹങ്ങളൊക്കെ കൂടുന്നുണ്ട്. അല്ല, ഇതിന്റെ പുറകെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീയല്ല, നിന്നെ ആരും ഇങ്ങോട്ട് ഇളക്കി വിട്ടാന്ന് പറയണേ. അങ്ങനെയൊന്നും ഇല്ല. അതെ ബാലേട്ട, ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റൂല്ല. അതൊന്നും പറ്റത്തില്ല. ഇവിടെ റൂം എടുക്കണ്ടെന്ന് പറഞ്ഞ എന്നാ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ മുഖം വീർപ്പിച്ചു. ബാലന് അതിപ്പറ സങ്കടം വേറൊന്നുമില്ല. ബാലൻ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എതിരെ നിന്ന് വരണ്ട, ഇവിടെയെങ്കിലും ഇവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലങ്ങ് ചെല്ലുവാണ്. അങ്ങനെ 3 റൂം എടുത്തു. അതിന് പൈസയും കൊടുത്തപ്പോൾ ആരും ചോദിച്ചു, അല്ല ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? 5% ഡിസ്കൗണ്ട് ഉണ്ട് സാറെന്ന് പറയണം. 5% പോരാ, 10% തരാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല എന്ന് പറയണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നീട് കാണിക്കുന്നത് മിത്രയും മിഥുനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മിത്ര ചോദിച്ചു, അല്ല നീ എന്തിനാ മിഥുനെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല, ഞാൻ നീയുള്ളിടത്തേക്ക് വരണ്ടേന്ന് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ആര്യന്റെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. കാരണം റൂം എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ ബാലൻ പറഞ്ഞു, അതെ എല്ലാരും കിടക്കുന്ന ആരൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യനും അനുസരിയും കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അനുസരിക്ക് അത് താല്പര്യമില്ലായിരുന്നു. കാരണം അനുസരി പറഞ്ഞു, ആര്യന്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ ആരും പാട്ടൊക്കെ ഒച്ചയ്ക്ക് വെച്ച് മനുഷ്യനെ കിടത്തി ഉറക്കില്ല. അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ കിടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ മീനാക്ഷി ചേച്ചിയോട് കിടന്നോളാന്ന് പറഞ്ഞു. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മീനാക്ഷിക്കും ആവശ്യം വല്ലാത്തൊരു സങ്കടമൊക്കെ ആയി പോയായിരുന്നു. ആ സമയം ഗോമതി പറഞ്ഞു, അത് വേണ്ട അത് വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഒരു കാര്യം ചെയ്യ, നീ എൻ്റെ കൂടെ കിടന്നു, ബാലേട്ടനും ആര്യനും കൂടെ ഒന്നിച്ച് കിടന്നോട്ടെ എന്ന് പറയാ. ബാലിന് സമ്മതക്കുറവൊന്നുമില്ലായിരുന്നു. പക്ഷെ ആര്യന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ രാത്രി കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ദൈവമേ, ഒരു പാട്ട് വെക്കാൻ പോലും പറ്റില്ല, അച്ഛൻ ചീത്ത പറയും. അതൊക്കെ ഓർത്ത് അസ്വസ്ഥനായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. വരുന്ന സമയത്താണ് മിഥുനും മിത്രയും കൂടെ സംസാരിക്കുന്നത് കേട്ടെ. ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? അതിനെ ഇവള് വിളിച്ചു വരുത്തിയതാണോ? ഓഹോ, അപ്പൊ അങ്ങനെയാണ്. എന്നാലും മറിഞ്ഞു നിൽക്കാന്ന് ഓർത്ത് ആര്യൻ അവിടെ മറിഞ്ഞു നിൽക്കുക. ഈ സമയം മിത്ര മിഥുനോട് പറഞ്ഞതേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞല്ലോ. അത് പിന്നെ നീ ഉണ്ടല്ലോ ഇവിടെ, നീ എന്നോട് പറഞ്ഞില്ലേ ട്രിപ്പ് പോകുന്ന കാര്യം? ഇത് ട്രിപ്പ് ഒന്നുമല്ല, ഇത് ക്യാമ്പാ, കോളേജിൽ നിന്നുള്ള ക്യാമ്പാ. ഇത് ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ല ഞങ്ങളുടെ സാറ് അന്വേഷിക്കുമെന്ന് പറയാം. അതിപ്പോ പോണ്ടാന്ന് പറയാം. അതിന്റെ ഇപ്പൊ പോയാലോ? ഞാൻ നിന്നെ ഇത്ര ദൂരം കാണാനായിട്ട് ഓടി വന്നതല്ലേ, അപ്പൊ നീ ഇങ്ങനെ പോയാലും ശരിയാന്നേ, നമുക്ക് ചില സല്ലപിച്ചിരിക്കാന്നേ. അതും ഇതിനെ ഒരു കാര്യം പറയാം, ഇത് ക്യാമ്പാ, ഇതല്ലാതെ ടൂർ അല്ലാന്ന് പറഞ്ഞു. അത് മാത്രല്ല, എനിക്ക് അങ്ങനെ മാറി നിൽക്കാനും പറ്റത്തില്ല. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ? അപ്പൊ എന്നോട് ഒരു സ്നേഹം ഇല്ലല്ലേ എന്ന് ചോദിക്കുക. സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, കാര്യത്തിന് ഗൗരവം എത്രയാന്ന് മനസ്സിലാകുക. ഈ സമയം ഇതും പറഞ്ഞു, അതെ ഒന്നൊരു കാണിച്ചേ, നമുക്ക് ഇവിടെ നിൽക്കണ്ട. അല്ലെ, അതൊന്നും പിന്നെ എങ്ങോട്ടാ? അതെ, അപ്പുറത്തെ ഞാനൊരു ഹോട്ടലിലാണ് തങ്ങുന്നത്. ഒരു കാര്യം ചെയ്യ, അങ്ങോട്ട് പോവാം, നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നീട് നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണേ. അവിടെ സ്റ്റേ ചെയ്യാനാ? ഞാനാ? നിന്റെ എന്തൊക്കെയാ പറയണേ? ഒന്നുമില്ല, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണുള്ളവരല്ലേ, അത് മുമ്പ് വെച്ച് കുടുംബജീവൻ നയിച്ചു നടന്നത് എന്താ കുഴപ്പമിരിക്കുന്നത്? മിത്ര പറഞ്ഞു, എന്താ ഇതിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പെട്ടെന്ന് ആരിനൊരു ഞെട്ടലുണ്ടായി. ദൈവമേ, ഇവളെങ്ങാനും ഇനിയിപ്പോ അവൻ്റെ കൂടെ പോയി അവൻ്റെ കൂടെ കിടക്കുമോ എന്ന് ചിന്തയ്ക്കുണ്ടാകുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നീ എന്നെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? അതെ, അതൊന്നും എന്നെ കിട്ടത്തില്ല. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണത്തിന് ശേഷം മാത്രം മതി. അതിനു മുമ്പ് ഒരു കാരണവശാലും നീ വിളിക്കുന്നിടത്തുനിന്ന് ഞാൻ വരില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഇപ്പറ കേട്ടോണ്ടിരുന്ന ആര്യന് ഭയങ്കര സന്തോഷമായി. കൊള്ളാം, താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഇവൾക്ക് തലയ്ക്കത്തിച്ച് ആൾതാമസമൊക്കെ ഉണ്ട്. ഈ സമയം മിഥുന അങ്ങോട്ട് ദേഷ്യം വന്നു. ഇവളുടെ കൈയും കാലും കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാലോ? പക്ഷെ പറ്റത്തില്ല, ഇവളുടെ അച്ഛന് കോടികളുടെ ആസ്തിയുണ്ട്. അത് കിട്ടണമെങ്കിൽ ഇച്ചിരി നമ്പർ ഇറക്കിയൊക്കെ നിന്നേ പറ്റുള്ളൂ. ശരി ശരി, നിനക്ക് ഇനിയിപ്പോൾ അത് വേണ്ടെങ്കിലേ കുഴപ്പമില്ല, നീ പൊക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് മിത്ര എങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു, അല്ല നിന്റെ കയ്യിൽ എന്താ ഇത്ര വലിയൊരു ചെയിനൊക്കെ കിടക്കണേ? അതെ, ഞാൻ ഇട്ടോണ്ട് വന്ന. അല്ല, ഇത്ര വിലപിടിപ്പുള്ള ചെയിനിക്ക് ഇട്ടോണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? അത് കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഊരി വെച്ചാളാം. അത് ഇന്നത്തെ കാലമാണ്, ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കയ്യിൽ ഇട്ടുകൊണ്ട് നടക്കല്ല എന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് മിത്ര അങ്ങോട്ട് പോവാ. അങ്ങനെ മിത്ര അങ്ങ് ചെല്ലുമ്പോൾ ആരിനെ അവളെ തടഞ്ഞു നിർത്തി. അപ്പൊ നീ നിന്റെ കാമുകനെ വിളിച്ചു വരുത്തിയേക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കാം. ഞാൻ ആരെ വിളിച്ചു വരുത്തിയത് നിനക്കെന്താടാ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് പല ആവശ്യങ്ങളും കാണാം, അതുകൊണ്ട്. എന്നെ ഫോളോ ചെയ്ത് വന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. പിന്നെ ഫോളോ ചെയ്യാൻ പറ്റിയൊരു സാധനം, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാം. പിന്നെ പിന്നെ എന്തിനാടാ നീ ഇവിടെ ഒളിച്ചു വന്നിന്നേ? അല്ലെ, അവൻ പക്ക ഫ്രോഡാന്ന് പറയുന്ന. കാരണം അവൻ പറഞ്ഞു കേട്ടോ, നിന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റിനെ കുറിച്ച് ചോദിച്ചു കേട്ടോ. അവൻ പക്ക കള്ളനാടി, നിനക്കത് അറിയത്തില്ലാഞ്ഞിട്ടാ. പിന്നെ
കള്ളം നീയാന്ന് പറയണ. എന്നാ വേണ്ട, നിനക്കത് പതിയെ മനസ്സിലായിക്കോളൂ എന്ന് പറയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോവാ. മിത്ര ദേഷ്യപ്പെട്ട് മിത്ര അങ്ങോട്ട് പോയി. പിന്നീട് മുറിയില് ആകാശും മീനാക്ഷിയും കൂടെ ഇനി ഇരിക്കുമായിരുന്നു. അപ്പം മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമാ. മീനാക്ഷിയോട് ആശ വന്നിട്ട് പറഞ്ഞു, എന്താ മീനു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്റെ പൊന്നു ആകാശേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ റൂമിന് വീണ്ടും അവിടെ കിടന്ന് വില പേശുന്നേ. എനിക്ക് എന്തൊരു നാണക്കേടായെന്നറിയാവോ? അച്ഛൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അല്ലേ തന്നെ ഞാൻ പലവട്ടം ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞാൻ ഏതൊരു ബസ് കയറി പൊക്കോട്ടെ, എനിക്ക് ഇച്ചിരി സമാധാനം മാത്രം മതി എന്ന് പറയാം. അതെന്താ മീനു നീ അങ്ങനെ പറഞ്ഞേ? അല്ല പിന്നെ ടൂർ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് വന്നിട്ട് ഫാമിലി മൊത്തത്തോടെ വന്നു, അതും പോരാഞ്ഞിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ. പിന്നീട് ആകാശിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക ആകാശിനെ ചോദിക്കാണ്. പക്ഷെ കെട്ടിപ്പിടിക്കുക അത് ഇങ്ങനെയല്ല, നന്നായിട്ട് ചേർത്ത് കെട്ടിപ്പിടിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ശരിക്കും കെട്ടിപ്പിടിച്ചിട്ട് പോലും ഇല്ലോ. നമ്മൾ ഇനി എന്നാ ആകാശം ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണേന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് സംശയമുണ്ട്. എപ്പോ നോക്കിയാലും അച്ഛന്റെ ഇഷ്ടത്തിനകത്ത് ആകാശം ജീവിക്കുന്നേ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ പഴയ കഥകളിലൊക്കെ വായിച്ച് കേട്ടിട്ടുള്ളൂ. പണ്ടത്തെ കാർന്നവന്മാരൊക്കെ ഒരു കുടുംബം ഭരിച്ചിരുന്നേ, നാടുവാഴികളെ പോലെ ഭരിച്ചിരുന്നേ. കാരണം അവിടുത്തെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടികൾക്കോ ഒന്നും യാതൊരുവിധ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അവരെ അടക്കി വാഴുകയോ ചെയ്തേ. കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല, അവരെ അകത്തളത്തിൽ തന്നെ ഇരിക്കണം. ആ ഒരു രീതിയാണ് ഇപ്പം ആകാശിന്റെ അച്ഛന്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ടോ? കല്യാണം കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യമൊക്കെ തരണ്ടേന്ന് ചോദിക്കുക. അല്ലാതെ മീനു എല്ലാം ശരിയാവുമെന്ന് പറയാം. പിന്നെ ശരിയായി എപ്പോൾ ശരിയായെന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞപ്പം ആകാശ് പറഞ്ഞു, എന്നോടൊന്ന് ക്ഷമിക്കും മീനു എന്ന് പറയണേ. ഈ സമയം മീനു എന്ത് ചെയ്യണം, പുറത്തേക്ക് അങ്ങോട്ട് പോവാ. ബാൽക്കണിൽ അങ്ങോട്ട് ചെല്ലുവാണ്. ബാൽക്കണിലേക്ക് ഇന്നിപ്പോൾ ആകാശം അങ്ങോട്ട് വന്നു. പിന്നീട് അവർ രണ്ടും തമ്മിൽ കണ്ണി ചേർന്ന് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ആകാശ് അങ്ങനെ മീനിന് ഉമ്മ കൊടുക്കാനായിട്ട് അങ്ങോട്ട് വരുക. ഇങ്ങനെ കൈ കൊടുന്നതിൽ ആ മുഖം കൊടുത്ത് ഉമ്മ കൊടുക്കാൻ തുടങ്ങിയതും കോളിംഗ് ബെൽ അടിച്ച് ഒരുമിച്ചായിരുന്നു. ദേ ആ ഹിറ്റ്ലറാ വന്നേക്കണം തോന്നുന്നു, പോയി കഥ തുറക്കാൻ പറയണം. ഇങ്ങനൊന്നും പറയില്ല മീനു എന്ന് പറയണം. പിന്നെ പറയാതെ മനുഷ്യ സ്വസ്ഥത സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നേ. കഥ തുറന്ന് ആകാശിനെ തള്ളി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് അനുശ്രീക്ക് ഓടി വരുവാണ്. അനുശ്രീ വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്ന് ഈ റൂമിലെ കിടക്കണേന്ന് പറയാം. നീയോ? ഇതെന്താ ഇവിടെ? അല്ല എനിക്ക് ഇവിടെ മതി, ഞാനേ മീനാക്ഷി ചേച്ചിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേർ കിടന്ന് ഉറങ്ങിക്കോളാം. നീ എന്തൊക്കെയാ അനുശ്രീ പറയണേന്ന് ചോദിക്കാം. അവിടെയാണ് അമ്മ ടി വി വെക്കാൻ പോലും സമ്മതിക്കുന്നില്ല, ഒരു രക്ഷയില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാം. അതെ അത് വേണ്ട, നീ അപ്പുറത്ത് മുറി പോയി കിടന്നു, അതൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ കിടക്കും എന്നും പറഞ്ഞ് ഓടിപ്പോയി അനുശ്രീ ടി വി അങ്ങ് വെക്കുവാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം വന്നു. മീനാക്ഷി എന്ത് വേണം, ആ മുറിക്കകത്ത് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി പോവാ. ഈ സമയം ആകാശ് പറയുന്നു, നീ എന്താ മീനാക്ഷി കാണിക്കണേ? പിന്നല്ലാതെ ഞാൻ ഇങ്ങനെ അല്ലാതെ എങ്ങനെ പെരുമാറുന്നേ? ഒന്ന് ഓർത്ത് വെക്കുക ആകാശേ. കുടുംബ സമേത ഹണിമൂണ് വന്നേക്കുന്നത്. ഹണിമൂണ് വന്നിട്ടോ ഇപ്പൊ തന്നെ ഒരു മുറി കിട്ടി. ആ മുറിക്കകത്തേക്കാണ്ട് എല്ലാരും കൂടെ അരച്ചു കയറി വരുന്നു. ഇതിനകത്ത് എന്ത് പ്രൈവസി ഉള്ളേ? ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയാ, എനിക്ക് എന്റേതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായി. ആദ്യ രാത്രി പോയി, രണ്ടാമത്തെ രാത്രി പോയി, എത്ര രാത്രി പോയിരിക്കുന്നു. ഇന്നെങ്കിലും നമ്മൾ ഒന്നിച്ച് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ വിചാരിച്ച അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലെന്ന് പറയാണ്. എനിക്ക് വയ്യ, എന്നിട്ട് ബസ് കയറ്റി വിട്ടേക്കാൻ പറയാം. അവസാനം ആകാശം പറഞ്ഞു, 2-3 ദിവസം കൂടെ ഉണ്ടല്ലോ, നീ ഒന്ന് ക്ഷമിക്കും മീനു എന്ന് പറയാം. പിന്നെ 2-3 ദിവസം ഇതേ മിണ്ടരുത് ആകാശേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, നീ എങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നമുക്കെല്ലാം ശരിയാക്കാം, കുറച്ച് കഴിയുമ്പോൾ അവള് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.